എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല, ഒരു കരിയർ, ഫിനാൻസ്, ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് ക്രൈസിസിലൊക്കെ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അതായത് 2025 അതിൻ്റെ അവസാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ, ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കരിയറിലോ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലോ ഒക്കെ വരാൻ പോകുന്ന ഒരു ചേഞ്ച് അതെന്താണെന്ന് നോക്കുകയാണ്. ഇതൊരു 2025 ലാസ്റ്റ്, അതായത് 26 മുമ്പായിട്ട് വരാൻ പോകുന്ന മാറ്റങ്ങളാണ്. അതുകൊണ്ട് ഇതൊരു ടൈമുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പം കളക്റ്റീവാണ്, ജനറലും ആണ്. നിങ്ങൾക്കിത് 2025 മുമ്പ്, ലാസ്റ്റ് അത് അവസാനിക്കുന്നതിന് മുമ്പായിട്ടായിരിക്കും ഇത് നിങ്ങൾക്ക് വാലിഡ് ആകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. Two of Pentacles, Five of Wands, Four of Pentacles, Death, Knight of Wands, Eight of Pentacles, Ten of Cups, Knight of Cups, Six of Pentacles, Temperance, The Hierophant. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായി നിങ്ങൾക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട്, ജോബ് റിലേറ്റഡ് ആയിട്ടൊക്കെ വളരെയധികം ഒരു സ്ട്രഗിൾ പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളൊരു ഫൈറ്റ് മോഡിലേക്ക് നിങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷന് ലൈക്ക് നിങ്ങൾ അതിനകത്തുനിന്ന് ഒരുപാട് ആ ഒരു സിറ്റുവേഷനിൽ തന്നെ വളരെയധികം ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ലൈക്ക് അതിപ്പോൾ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കിയിട്ടായിരിക്കാം. നിങ്ങൾക്ക് പുറത്തേക്ക് പോകണം ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് തിരിച്ച് ഒരു മാറ്റം വരുത്താൻ കഴിയുന്നില്ല. അപ്പം ആ ഒരു ജോലി പോയാൽ എന്താകും, അല്ലെങ്കിൽ ഈ ഒരു ജോലിയിൽ ഞാൻ നിന്നില്ലെങ്കിൽ എന്താകും എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കാം. അല്ലെങ്കിൽ ഒരു ബിസിനസ് പരമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫിനാൻഷ്യലി ഒക്കെ ഒത്തിരി ലോസ് വന്നിട്ടും നിങ്ങൾ അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. അതിനകത്തുനിന്ന് ഒരു മാറ്റം വരുന്നില്ല. കുറേ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ എപ്പോഴും ഒരു ഫൈറ്റിംഗ് എനർജിയാണ്. അതായത് ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളിലൊക്കെ വരുമ്പം അവിടെയും ഒരു ഫൈറ്റിംഗ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷന് ഒരു ഡെത്ത് സംഭവിക്കാൻ പോവുകയാണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ജോബിൽ കരിയറിലൊക്കെ വരുന്ന ഈ ഒരു പ്രോബ്ലത്തിന് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡെത്ത് സംഭവിക്കുക എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു ചേഞ്ച് വരിക എന്നതല്ല, ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പോഴുള്ള നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, നിങ്ങളൊരു പ്രോബ്ലമാണ് എന്ന് കരുതുന്ന എല്ലാത്തിനും ഒരു കംപ്ലീറ്റ് എൻഡ് വന്ന്
ഒരു പുതിയ തുടക്കം, ലൈക്ക് ഒരു പുതിയ റീബർത്ത് ഉണ്ടാവുക എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജോബിൽ നിന്ന് ഇപ്പോഴുള്ള ഒരു ജോബിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു ജോബിലേക്ക് മാറാൻ കഴിയുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ജോബിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നമുള്ള സിറ്റുവേഷന് മാറിപ്പോകുമായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ ഇപ്പോഴുള്ള ആ ഒരു ഫിനാൻഷ്യലിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ടോട്ടലി മാറി നിങ്ങൾക്ക് ഒരു പുതിയ ബിഗിനിങ് ആണ് അവിടെ. അപ്പം അതായത് പുതുതായിട്ട് നിങ്ങൾക്ക് എല്ലാത്തിലേക്കും പോകാൻ പറ്റും. ഒരു റിഫ്രഷിങ് എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന എല്ലാ ഹാർഡ് വർക്കും, നിങ്ങൾ എടുക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഉള്ള ഒരു റിസൾട്ട്, ഇത്രയും നാൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ട്രഗിളിനെല്ലാം ഉള്ള ഒരു റിവാർഡായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ്, ലൈക്ക് ഇവിടെ ഒരു അബണ്ടൻസ് തന്നെയാണ്. 10 ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ 8 ഓഫ് പെൻറ്റക്കിൾസ് എല്ലാം അബണ്ടൻസ് കാർഡുകളാണ്. നമ്മൾ എടുക്കുന്ന നമ്മൾ നമ്മുടെ കരിയറിലായിക്കോട്ടെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മൾ അവിടെ പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ ഒരു സർവൈവലിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെയൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ ജോലി എൻജോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. ഇപ്പം നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പീസ് കളയുന്ന ഏതൊരു സിറ്റുവേഷനാണോ ആ ജോലിയിലുള്ളത്, ആ ജോലിയിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ മാറിപ്പോകും. അപ്പം നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ജോലിയിലൊക്കെ മാറ്റം നോക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, പുതിയൊരു ജോബ് സെർച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾക്ക് പുതിയൊരു ജോലി അവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തപ്പെടും. അത് നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ ഇവിടെ അത്രയും ഒരു അബണ്ടൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന വർക്കിന്, ചിലർക്കിപ്പം ചിലരെടുക്കുന്ന ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു എടുക്കുന്ന എഫേർട്ടിനുള്ള ഒരു റിവാർഡ് നമുക്ക് അതിനകത്തൊരു പേയ്മെന്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന കുറെ ആളുകളുടെ ഒരു എനർജി ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതായത് നമുക്കൊരു ജോലി ചെയ്യുന്നു, നമ്മൾ ഒരുപാട് ടൈം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് നമ്മുടെ മാക്സിമം എഫേർട്ട് കൊടുക്കുന്നുണ്ടാകും. പക്ഷേ നമുക്ക് അതിനുള്ളൊരു പേയ്മെന്റോ നമുക്ക് അതിനുള്ളൊരു അപ്രിസിയേഷനോ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ആ ഒരു സിറ്റുവേഷൻ എൻഡാവുകയാണ്. നിങ്ങൾ എടുക്കുന്ന ജോലിക്കുള്ള തത്തുല്യമായിട്ടുള്ള ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് അതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്ടിനുള്ള അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഈക്വൽ ജോബിനുള്ള, അതായത് ഈക്വൽ പേ ഫോർ ഈക്വൽ ജോബ്. ലൈക്ക് നമ്മുടെ ഒരു നമ്മൾ കൊടുക്കുന്ന, അതായത് നമ്മൾ കൊടുക്കുന്നത് എന്തോ അതിന് തിരികെ നമുക്ക് അതനുസരിച്ചുള്ള റിവാർഡ് തന്നെ നമുക്ക് വരാൻ പോവുകയാണെന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഡിവൈൻ അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ടെമ്പറൻസ് കാർഡാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അതായത് ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഡിവൈൻ മറ്റാളുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആയിട്ട് ഇവിടെ അസൈൻ ചെയ്തിരിക്കുന്ന ഒരുപാട് ഏഞ്ചൽസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നമ്മളൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു സിറ്റുവേഷനിൽ മനസ്സ് തകർന്ന് എല്ലാം എൻഡായിപ്പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു എനർജിയിലേക്ക് പോകരുത്. ലൈക്ക് നിങ്ങളുടെ അടുത്ത് ആ ഒരു സിറ്റുവേഷന് മാറ്റം വരും. നമ്മുടെ ലൈഫ് അങ്ങനെയാണ്, ഒരു അപ്പ് ആൻഡ് ഡൗൺ ജേർണിയാണ് നമ്മുടെ ലൈഫ് എപ്പോഴും. നമുക്ക് ഒന്ന് വീണ് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒന്ന് പൊങ്ങി വരാൻ നമുക്കൊരു സഹായം എപ്പോഴും എവിടെന്നെങ്കിലും കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. കാരണം അത്രത്തോളം ഒരു അബണ്ടൻസ് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഇതൊരു ഈ കുറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ 2025 അവസാനിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു മാറ്റം നിങ്ങളുടെ കരിയറിലും ജോബിലും ഫിനാൻസിലും ഒക്കെ വരാൻ പോകുന്നത്. അപ്പം ഈ ഒരു എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്, മാനിഫെസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ കുറച്ച് എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ലൈക്ക് മാനിഫെസ്റ്റേഷൻ എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടാവും. പക്ഷെ അതൊക്കെ
സക്സസ് ആകുന്നുണ്ടാവില്ല. അതായത് ഒരു വെയിറ്റിംഗ് പീരീഡിലേക്കൊക്കെ നമ്മൾ മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ടൂള് ടാരറ്റ് കാർഡുകളാണ്. അപ്പം ടാരറ്റ് കാർഡുകൾ വെച്ചിട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം, മാനിഫെസ്റ്റേഷനിലേക്ക് നിങ്ങൾ എത്തുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു സീരീസ് ആയിട്ട് ഞാൻ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കൂടുതൽ മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ റെസ്പോൺസ് തന്നു കഴിഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ. അപ്പം അത് കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡിലൂടെയൊക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു യൂണിവേഴ്സൽ എനർജിയുമായിട്ട് അലൈൻ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളൊരു ഡൗട്ട് എനർജിയിൽ നിൽക്കുമ്പോഴോ നമ്മളൊരു വിഷ് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് നടക്കുമോ ഇല്ലയോ, എന്താ ഇത്രയും നാളായിട്ട് വരാത്തെ, ഇത്രയും കാലമായില്ലേ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് എനർജിയിൽ നിൽക്കുമ്പോൾ ആ ഒരു വിഷ് അവിടെ മാനിഫെസ്റ്റ് ചെയ്യാറില്ല. അപ്പം അതിന് നമ്മുടെ ഉള്ളിലുള്ള തോട്ട് പ്രോസസ്സിനെ എങ്ങനെ മാറ്റാം, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെ വേണം. അതിന് ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ ഒരു സീരീസ് ആയിട്ട് ഞാനിതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്ന ഇത്രയും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കിതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഡിവൈൻ നിങ്ങളുടെ കഷ്ടപ്പാടിനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ക്ഷമയ്ക്കുള്ള ഒരു റിവാർഡായിട്ട് ഇവിടെ ഡിവൈൻ തന്നെ ഇടപെടുകയാണ്. ഇത് ടെമ്പറൻസ് കാർഡ് ആൻഡ് ഹെറഫൻ കാർഡുകളൊക്കെയാണ്. അപ്പം അത്രത്തോളം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ ഒരു പ്രശ്നങ്ങളെല്ലാം മാറാൻ പോവുകയാണ്. ഇതൊരു ടൈമിംഗ് ഉള്ള റീഡിംഗ് ആണ്. ഞാനൊരു 2025 ഉള്ളിലായിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് കാണുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു എനർജിയെ അട്രാക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും എല്ലാ ബ്ലെസ്സിങ്സിനും ഞാൻ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. തുടർന്നും നിങ്ങളുടെ ഒരു സ്നേഹവും സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം നിങ്ങളുടെ മുമ്പിൽ ഡിവൈൻ എത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.